ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുത്ത ബന്ധമുള്ള നടിയെ അന്വേഷണ സംഘം വിളിപ്പിക്കും. നോട്ടീസ് നൽകി വിളിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. രാഹുൽ രക്ഷപ്പെട്ടത് ചുവന്ന പോളോ കാറിൽ തന്നെയെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകുന്നത്. സിജോ, ഈ കാറ് അതൊരു നടിയുടേതാണ് എന്നുള്ള സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ് രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് ഏത് സാഹചര്യത്തിലാണ് എന്ന് ചോദിച്ചറിയുകയാണ് ലക്ഷ്യം. അപ്പോൾ ഈ നടിയുമായി ബന്ധപ്പെട്ട് വിളിപ്പിച്ച് ചോദ്യം ചെയ്യും എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് മറ്റെന്തൊക്കെ ഡെവലപ്മെന്റുകൾ നടക്കാനിടയുണ്ട്? രാഹുൽ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് സംബന്ധിച്ച അന്വേഷണം ഊർജിതപ്പെടുത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാറ് ഉടമയെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചു വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ഈ കാർ ഉപയോഗിച്ചിരുന്നത് ഒരു നടിയാണ് എന്ന് സംബന്ധിച്ച് അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാറ് രജിസ്ട്രേഷൻ നടിയുടെ പേരിലല്ല, അത് നടിയുടെ സഹോദരിയുടെ പേരിലാണെന്നാണ് മനസ്സിലാവുന്നത്. പക്ഷെ അത് കുറെ നാളുകളായി ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നടിയാണ്. അത് മാത്രമല്ല, രാഹുലുമായി അടുത്ത ബന്ധം ഈ നടിക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കാർ അവിടെ വരികയും രാഹുൽ അതിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ നടിക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം. അത് ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടിയെ വിളിച്ചു വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നോട്ടീസ് നൽകിയാണ് വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രാഹുൽ കേരളം വിട്ടു പോയെന്ന് സംബന്ധിച്ച്, പുറത്തേക്ക് പോയി എന്ന് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആദ്യം പൊള്ളാച്ചിക്കാണ് പോയത്. ആ പൊള്ളാച്ചിയിൽ നിന്ന് പിന്നീട് കോയമ്പത്തൂരിലെത്തി. അതിനുശേഷം അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് കടന്നു കളയുകയാണെന്നാണ് മനസ്സിലാകുന്നത്. വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ചയും പൊള്ളാച്ചിയിൽ തങ്ങിയതായിട്ടുള്ള ഒരു വിവരവും അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ രാഹുലിന്റെ ഫോണ് പാലക്കാടാണ് നെറ്റ്വർക്ക് കാണിക്കുന്നത്. രാഹുൽ സ്വന്തം ഫോൺ ഇവിടെ വെച്ചതിന് ശേഷം മറ്റു പല ആളുകളുടെ ഫോണാണ് ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ SITക്ക് വ്യക്തമാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന, സംശയം തോന്നുകയാണെങ്കിൽ പരിശോധന നടത്തുക, അനുമതിയില്ലാതെ തന്നെ അവരെ ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് പോകാമെന്നൊക്കെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോൾ കേരളത്തിന് പുറത്തേക്ക് കൂടി രാഹുലിനെ അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള യാത്രയെ സംബന്ധിച്ചാണ്. പക്ഷെ ഇപ്പോൾ എവിടെയാണെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്തായാലും അക്കാര്യത്തിലുള്ള ഒരു സ്ഥിരീകരണം വരിക, വൈകാതെ തന്നെ കസ്റ്റഡി നടപടികളിലേക്ക് പോകണമെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുക എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. ശരി, സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളതിന്റെ റൂട്ട് മാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴെവിടെയാണെന്ന് അറിഞ്ഞാലല്ലേ പിടിക്കാൻ പറ്റൂ. എന്തായാലും രാഹുലിനെ പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഊർജിതമാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ കാർ നൽകിയതുമായി ബന്ധപ്പെട്ട് നടിയെ വിളിപ്പിച്ച് കൂടുതൽ ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കും.